ഇതുപോലെ മന്ത്രത്തിലൊരു ലയം വന്നാൽ, സത്യം പറയുകയാണെ, ഇതൊരു വലിയ അനുഭൂതിയാണത്. അറിയില്ല എത്ര പേർക്ക് ഞാൻ പറയുന്നത് അനുഭവമുള്ളവരുണ്ട്. ഋഷഭദേവൻ മക്കൾക്ക് ഗൈഡൻസ് കൊടുത്ത് ആ മക്കളിൽ മൂത്തവനായിരുന്നു ഭരതൻ. ഞാൻ പറഞ്ഞു, ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഈ രാജ്യത്തിന് ഭാരതം നാലാമത്തെ അധ്യായത്തിൽ 4ാം അധ്യായത്തിൽ 5ാം സ്കന്ധാണ് വായിക്കുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ അത് കാണാൻ നിങ്ങൾക്ക്. ഈ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നൊരു പേര് വരാൻ എങ്ങനെയാണ് ഇടവന്നത് എന്ന്. ഭാരതം എന്ന പേരിന് പല അർത്ഥങ്ങളുണ്ട്. വലിയൊരർത്ഥം എന്ന് പറയുന്നത്, ഭ എന്ന അക്ഷരം അറിവിൻ്റെ, കഴിവിൻ്റെ, കലയുടെ എല്ലാം പ്രതീകമാണ്. ഏത്? ഭ. അതിൽ രതിക്കുന്നവരെ, രതി താല്പര്യമുള്ളവരുടെ, ജിജ്ഞാസുക്കളുടെ നാടാണ് ഏത്? ഭാരതം. ഭാതി സർവശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു താരണം സർവേഷു ലോകേഷു തേന ഭാരതം ഉച്യത്തെ എന്നൊക്കെ പൂർവികന്മാർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. നിൽക്കട്ടെ, ഭരതൻ രാജ്യം ഭരിച്ചു. ഭരതൻ നല്ല രീതിയിലൊക്കെ രാജ്യഭരണമൊക്കെ കൊണ്ടു നടന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ച് ഇവരെല്ലാം തപസ്സിന് വേണ്ടി പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ജീവിതത്തിന്റെ 2 വിഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, മനസ്സുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ ചെയ്തു തീർത്ത് ആ ഭൗതിക ലോകത്തെ മനസ്സിലാക്കി അതിൽ നിന്നൊരു കാര്യം അവർ ഉൾക്കൊള്ളും. ഭൗതികമായി എന്തൊക്കെ നേടിയാലും മനസ്സിനെ അതുകൊണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ പിന്നെ അടുത്ത എൻക്വയറി എന്താ വെച്ചാൽ, ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാം. അപ്പൊ അവര് ഒരു തപസ്സിന്റെ ജീവിതം തിരഞ്ഞെടുക്കണം. എന്താണ് തപസ്? മനസ്സേതെങ്കിലും അനുഷ്ഠാനത്തിൽ അർപ്പിച്ച് ലയിപ്പിച്ച് അതിൽ തന്നെ രമിപ്പിച്ച് അവസാനം മനസ്സ് തന്നെ നിർലീനമാക്കി. നാരായണ ഗുരുദേവന്റെ ആ വരികൾ, ദൈവദശകത്തിന്റെ അവസാനത്തെ വരികളിൽ അതാണ് അദ്ദേഹം പറയുന്നത്. വാഴണം നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ. ഞങ്ങളങ്ങനെ അതിലേക്ക് ആഴ്ന്നു വാഴട്ടെ. അങ്ങനെ ആഴ്ന്നിറങ്ങി വാഴണം സുഖം എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരാത്മസുഖത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുക. ഇത് മനസ്സിലാക്കിയവരാണ് തപസ്സിന് പോയത്. അങ്ങനെ ഭരതൻ തപസ്സിന് തിരഞ്ഞെടുത്തത് നേപ്പാളിലുള്ള, ഇന്നിപ്പോൾ നേപ്പാളിലാണ് സ്ഥലം, അവിടെ പുലഹാശ്രമം എന്ന് പറയും. അവിടെയാണ് കാളി ഗണ്ഡകി നദി, അവിടെ നിന്നാണ് ഈ സാളഗ്രാമങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് തിരഞ്ഞെടുത്തത്. ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. ഒരു നിറഞ്ഞ വയറുള്ള മാൻ, പ്രസവമെടുത്ത മാൻ പ്രസവവേദനയായിട്ട് നിൽക്കുമ്പോഴാണ് പുലികളോ മറ്റോ അതിനെ പിടിക്കാൻ വരുന്നതും ജീവന്റെ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ആ കൊതിയും ആ കുട്ടിയുള്ള സ്നേഹവും കാരണം ഇതാ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. അതിൽ തന്നെ രക്ഷിക്കാനും ആ കുട്ടിയെ രക്ഷിക്കാനും ആ കാളി ഗണ്ഡകിയുടെ തീരത്ത് നിന്ന് നദിയിലേക്കൊരു ചാട്ടത്തിൽ തള്ളമാൻ ചത്തുപോയി. ഈ കുട്ടി പുറത്തു വന്നു. ഈ ചോര കുഞ്ഞിനെ കണ്ടതും രാജാവ് അവിടെ ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പിന്നെ രാജാവ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ ഭാഗവതം പറയുന്നത് പാലന, പോഷണ, പ്രീളന, ലാളന, ആരെ? പ്രസവിച്ച കുഞ്ഞിനെയല്ല, ഈ മാനിനെ. ഇന്ന് ചിലർ കണ്ടില്ലേ, മടിയിലിരുത്തുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൂടെ കടത്തുന്നു. പട്ടികളെ, മാനിനല്ല. ഈ രീതിയിലൊക്കെ അങ്ങനെ അതിനെ ലാളിച്ച് വളർത്തി. ഈ രാജാവ് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മനസ്സിന് ഈ മാനിനെ അങ്ങോട്ട് വിട്ടുപോവാൻ പറ്റാത്തൊരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, മനസ്സ് മാനിൻ്റെ ഒരു സ്മരണയിൽ നിന്നാൽ മനസ്സിൽ ഏത് ഇമേജാണോ കൂടുതലുള്ളത്, മനസ്സിൽ ഏത് ഇംപ്രഷനാണോ നിൽക്കുന്നത്, മനസ്സ് ഏതൊരു ചിന്തയിലാണോ നിൽക്കുന്നത്, അതിനനുസരിച്ച് വരും അടുത്ത ഒരു ജന്മം എന്നതാണ്. അതായത് മനസ്സിന് മരണമില്ല. ദർ ഇസ് നോ ഡെത്ത് ഫോർ ദ മൈൻഡ്. കാരണം മൈൻഡ് ഇസ് എൻ എനർജി കാൺ ബി ഡിസ്ട്രോയിഡ്. അപ്പം നാശമില്ലാത്ത ഒന്ന് വീണ്ടും റീസൈക്കിൾ ചെയ്യപ്പെടണം. അത് എനർജിക്ക് നാശമില്ലെങ്കിൽ അത് മറ്റൊരു ജന്മമായി മാറണം. പലപ്പോഴും ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല, സയൻസിനും വ്യക്തതയില്ല. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം
സയൻസിന് തരാൻ പറ്റിയിട്ടില്ല. അതായത് കുഞ്ഞു വാവകൾ, ഞാൻ പറയുന്നത് ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ സമയത്ത്, അതിന് മുമ്പ് തന്നെ സ്വപ്നം കണ്ട് പേടിച്ച് കരയുന്ന കുട്ടികളുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വപ്നത്തിൽ ചിരിക്കുന്ന കുട്ടികളുണ്ട്. ഈ സ്വപ്നം എന്ന് പറയുന്നത്, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം, ഇത് അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്വപ്നങ്ങളാവാൻ വഴിയുണ്ടോ? വഴിയുണ്ടോ? ഇല്ല, ഒട്ടും ഉണ്ടാവാൻ വഴിയില്ല. അച്ഛനിൽ നിന്ന് കിട്ടാനുള്ള വഴിയുണ്ടോ? ഇത് എവിടുന്ന് ഈ കുട്ടിക്ക് കിട്ടി എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം തരാൻ സയൻസിന് സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പാണ്. നിങ്ങളിപ്പോൾ അച്ഛൻ്റെ കൂടെ കടന്നിട്ടുണ്ടാവും, അമ്മയുടെ കൂടെ കടന്നിട്ടുണ്ടാവും, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ കടന്നിട്ടുണ്ടാവും. ആരാരുടെ കൂടെ കടന്നിട്ടുണ്ടെങ്കിലും ഒരാളുടെ മനസ്സിൽ നിൽക്കുന്ന സ്വപ്നം വേറൊരാൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സ് തന്നെ കൂട്ടിവെച്ച ചിന്തകളിൽ നിന്നും രൂപപ്പെട്ടതാണ്. അത് നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും കാണുന്നുണ്ട്. ചില ചിത്രം മനസ്സൊപ്പിയെടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ എടുക്കുന്നുണ്ട് നമുക്കറിയില്ല. ചിലതിനോട് നമ്മൾ താല്പര്യത്തോടെ നോക്കും. ഉണ്ടോ? കുറച്ചൊരു താല്പര്യത്തോടുകൂടി നോക്കുന്ന കാഴ്ചകൾ ഉണ്ടാവില്ലേ? അത് നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിയാൽ ചിലതൊക്കെ മനസ്സിൽ തങ്ങി നിന്ന കാഴ്ചകൾ ഉണ്ടാവും. ഇതെല്ലാം ഒരു കൂട്ടിയാണ് ഒരു സ്വപ്നമാക്കി മനസ്സ് മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ സാധനമാണ് മനുഷ്യന്റെ മനസ്സെന്ന് റിസർച്ച്. എവിടെയോ കണ്ട കാര്യങ്ങളും പിന്നെ കണ്ട കാര്യങ്ങളും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത്, ഇപ്പൊ നിങ്ങൾ ഗുരുവായൂരിൽ വന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ എഴുന്നള്ളത്ത്, അതൊക്കെ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് ആന അടയോ ആന ചാട് എന്തെങ്കിലുമൊക്കെ കേട്ട വാർത്തകളുണ്ടാവും. ഇതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഒരു ദിവസം പത്രത്തിൽ ആന അടഞ്ഞു, ഓടി, കുത്തി എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ പിന്നെ ഒരു ദിവസം സ്വപ്നം കാണുന്നത് ആന നിങ്ങളുടെ നേരെ ഓടുന്നതാണ്. അതെങ്ങനെ വന്നു വെച്ചാൽ പല വാർത്തകൾ കേട്ടതും ഈ ചിത്രങ്ങളൊക്കെ കൂടി ചേർത്ത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആരുണ്ടാക്കി? ശരിക്കും മൂവി മേക്കർക്കുള്ള ഫസ്റ്റ് അവാർഡ് കൊടുക്കേണ്ടത് മനസ്സിനാണ്. കാരണം ഇത്രയും ചെറിയ സമയം കൊണ്ട് നല്ല മൂവി ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. പക്ഷെ ചിലപ്പോൾ അപകടത്തിലായ മൂവി ആയിരിക്കും, ഇല്ലേ? നമ്മുടെ നേരെ ആന കുത്താൻ വരുന്നൊക്കെ നല്ല സുഖമുള്ള മൂവി അല്ലല്ലോ ഈ തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ഈ കുഞ്ഞിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവനവൻ അനുഭവിച്ചതാണ് അവനവൻ്റെ കൂടെ ഉണ്ടാകെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മനസ്സ് അത് നേരത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ പുനരഭിജനനം പുനരഭിമരണം. ഇനി നോക്കൂ, പലരും പറയും ഇനി നിങ്ങൾ പൂർവ്വജന്മം ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? നമുക്ക് ഓർമ്മയില്ലല്ലോ. നല്ലതായത് ആരും കഴിഞ്ഞ ജന്മത്തിലേക്ക് ഓർക്കാൻ തുടങ്ങി നിങ്ങൾക്ക് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമോ? അല്ല, എന്തൊരു അപകടമാണെന്ന് നോക്കൂ. നിങ്ങൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരാൾ പുറകിൽ വന്നിട്ട് പറയണ ഓർമ്മയുണ്ടോ ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവാണെന്ന്. ഈ ജന്മത്തിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. എന്നിട്ടില്ല ഇനി കഴിഞ്ഞ ജന്മത്തിലെ ഒരാളെയും കൂടി വഴിയിലുള്ള പിള്ളേർ നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് പറയാ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളുടെ മക്കളായിരുന്നു എന്ന്. എന്തൊരു അപകടമായിരിക്കുന്നത്. അപ്പൊ ഒരു കണക്കിന് നമുക്ക് ഓർമ്മയില്ലാത്തത് നോക്കൂ, ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നങ്ങൾ കാണുന്ന ഫയലുകളൊക്കെ ഉള്ളിലില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? പക്ഷെ അതൊന്നും ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ദോസ് ഫയൽസ് ആർ സിപ്പ് ഫയൽസ് ഒക്കെ അവിടെ ഉണ്ട്, സ്റ്റോറേജിൽ ഉണ്ടോ? ഇതുപോലെ കഴിഞ്ഞ ജന്മങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഈ അനുഭവങ്ങളാണ് മനുഷ്യന് ജന്മം തരുന്നെങ്കിൽ വല്ലാതെ പട്ടിയെ മടിയിലിരുത്തി അതിനെ ചക്കരെ മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടു നടന്നാൽ, പാലന പീളന പോഷണ ലാളന ഒക്കെ കൊണ്ടു നടന്നാൽ അടുത്ത ജന്മം ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താവണം എന്നുള്ളത്. പട്ടിയാവണോ പൂച്ചയാവണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ചില പട്ടികൾ എന്ത് കൃത്യതയിൽ ആ സ്നേഹത്തിലൊക്കെ കാണുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചില പട്ടികൾക്ക് നിങ്ങളോട് സ്നേഹം കാണുമ്പോൾ അപ്പം മനസ്സിലാക്കണം ഏതോ ബന്ധാണെന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കാം. അത് ചിലതൊക്കെ നല്ല അനുസരണമുള്ള പട്ടികളൊക്കെ ഇല്ലേ, ഉണ്ടോ ഇല്ലയോ? അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഭരതൻ ഒരു മാനായി, പിന്നെ അതിൽ നിന്ന് വിട്ട് വീണ്ടും ഒരു മനുഷ്യജന്മം എടുത്ത് അങ്ങനെ അദ്ദേഹം ജഡഭരതനായി. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോധോദയുണ്ടായി. അതായത് ഈ മനസ്സാണ് സകല ദുരിതങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ഒരു താളം തെറ്റാൻ ഞാൻ ഒരിക്കലും
അനുവദിക്കില്ല. ഒരു അനുഷ്ഠാനത്തിൽ തന്നെ പിടിച്ചു നിന്ന് അങ്ങനെ ആളൊരു അവധൂതനായി പോവുകയാണ്. പിന്നീട് അങ്ങനെ അവധൂതനായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് നരബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന കഥയുണ്ട്. കാളി വിഗ്രഹത്തിൽ നിന്നും കാളി വന്ന് ഈ ഭരതനെ രക്ഷിക്കുന്ന ഒരു കഥയുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന കഥ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഭരതൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്, ആ കാലഘട്ടത്തിൽ സിന്ധു സൗവീരം എന്നൊരു രാജ്യമായിരുന്നു. രാജാവായിരുന്നു രഘൂഗണ രാജാവ്. അപ്പൊ രഘൂഗണ രാജാവിന് ഒരു ആശ്രമത്തിൽ പോകണം, കപിലാശ്രമം എന്തോ ആണ്. അവിടെ പോകാൻ വേണ്ടി പല്ലക്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ പല്ലക്ക് ചുമക്കുന്ന ഒരുത്തിന് വയറുവേദന വന്നപ്പോൾ അവൻ പറഞ്ഞു, രാജൻ എനിക്ക് ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ശരി, എന്നാ വേറൊരുത്തിനെ കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് ഈ പാവം ഭരതൻ ആ വഴിക്ക് പോകുന്നത്. ഭരതനാണെങ്കിൽ വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന ആള്. ഭരതന്റെ തോളിൽ ഈ പല്ലക്ക് കൊടുത്തു. ഭരതനാണെങ്കിലോ തൻ്റെ കാൽ ചുവട്ടിൽ വല്ല ജൈവജാലങ്ങളും പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. വല്ല ഉറുമ്പിനെയൊക്കെ കണ്ട ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക്. ഈ കഴുത്തിലൊരു പല്ലക്കിന്റെ കാലുണ്ടെന്നും ഇതിലൊരു മനുഷ്യനിരിക്കുന്ന തലമുട്ടിയിട്ട് അയാൾ കിടന്ന് അലറുണ്ട്, മര്യാദയ്ക്ക് ചുമക്കണോ, മര്യാദയ്ക്ക് ചുമക്ക്. അപ്പോഴേക്കും ഭരതൻ നോക്കുമ്പോണ്ട് ഒരു സ്ഥലത്ത് ഉറുമ്പ് വളഞ്ഞും പിരിഞ്ഞൊക്കെയാ പോണത്. അങ്ങോട്ടൊരു ചാട്ടം, ഇങ്ങോട്ടൊരു ചാട്ടം, ചവിട്ടാതിരിക്കാനേ, ഉറുമ്പിനും ചവിട്ടാതിരിക്കാൻ. മൂന്നാമത്തെ ചാട്ടത്തിൽ രാജാവ് പുറത്തൊരു ചാട്ടം. രാജാവ് കല്ലൊക്കെ നിന്ന് പുറത്തു വീണു. രാജാവിനങ്ങോട്ട് കലി വന്നു. നീ ആരാന്നാ വിചാരിച്ചിരിക്കും, ഞാൻ രാജാവാണ്, ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭരതൻ അങ്ങനെ പൊതുവെ വർത്തമാനമില്ലാത്ത ഒരാളാണ്. അവിടെ വെച്ച് രാജാവിന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. രാജൻ, അങ്ങയ്ക്ക് എന്നെ സ്പർശിക്കാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെ ഒരു അഹങ്കാരത്തിലോ ധാർഷ്ട്യത്തിലോ അല്ല. രാജൻ, അങ്ങയ്ക്ക് എന്നെ രാജാവ് ഒരു നിമിഷം ആദ്യമായിട്ടാണ് ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി ഒരു പ്രജ പറയുന്നത്, അങ്ങയ്ക്ക് എന്നെ സ്പർശിക്കാൻ സാധ്യമില്ലാന്ന്. രാജാവ് ആ കണ്ണുകളിലേക്ക് നോക്കി. അപ്പൊ മനസ്സിലായത് ഒരു ചെറിയ ആളല്ല, എന്തോ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന്. രാജാവ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെയാണ്, ഞാൻ അവിവേകത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അങ്ങ് എന്നെ സ്പർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന്. ആ കാര്യത്തിന് മറുപടി കൊടുക്കുകയാണ്. ഭാഗവതത്തിലെ അതിഗംഭീരമായൊരു ഭാഗമാണ് 5-ാം സ്കന്ധത്തിലെ 11, 12, 13 അധ്യായങ്ങൾ. ഈ 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം അതൊന്ന് പഠിച്ചു വെക്കേണ്ട ശ്ലോകമാണ്. ഇതാണ് പറയണ ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലമാവനക്തി ആലിംഗ്യമായാരജിതന്തരാത്മാ സ്വദേഹിനം സംസ്ഥിതി ചക്രകൂട. എന്താ പറയുന്നത്? ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം. അപ്പൊ ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം എന്താ പറയുന്നത്? ജീവിതത്തില് സുഖത്തിന്റെ തീവ്രമായ സുഖം, അതുപോലെ ദുഃഖത്തിന്റെ തീവ്രമായ ദുഃഖം, ഇതിങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും കടന്നു വരും. മീൻസ് അനുകൂലമായതും പറയൂ, പ്രതികൂലമായതും. ഇന്ന് നമ്മളെ പൊക്കാൻ ആളുകളുണ്ടാവും, നാളെ ഇടിച്ച് താഴെ ഇടാനും ആളുകളുണ്ടാവും. ഇന്ന് നമുക്ക് അനുകൂലമായ ആരോഗ്യമുണ്ടാവും, നാളെ എന്താണ് നമുക്കറിയില്ല, അല്ലേ? കാരണം ജീവിതം അതാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം. എന്ത് നല്ല സത്യങ്ങളാ പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെയല്ലേ പറയുന്നത്? എത്ര വലിയ സത്യമാണ് നോക്കൂ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും എപ്പോഴെന്നറിഞ്ഞില്ല. പിന്നെ പറയുന്നത് 2-4 ദീനം കൊണ്ടൊരുത്തനെ മാളിക മുകളേറിയ മന്നന്റെ തോളിമാറാപ്പൂ. ഇതൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആണ് ഇത് നമുക്ക് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ കടന്നു പോവേണ്ടതുണ്ട്, അനുകൂലവും പ്രതികൂലവും. ഇവിടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇഫ് യുവർ മൈൻഡ് ഈസ്
cheerful, if your mind is stronger, if your mind is balanced, നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകാം. മൈൻഡ് വീക്കാവുമ്പോൾ ജീവിതവും പ്രോബ്ലത്തിലാണ്. പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സിലാണ് ഈ അനുഭവങ്ങൾ വന്ന് സ്വാധീനിക്കുന്നത്. എവിടെയാണ്? മനസ്സിലാണ്. ആ മനസ്സിനെ ഇപ്പം നോക്കൂ, വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന പോലെ. ഇപ്പം വാട്ടർ പ്രൂഫ് ഉള്ള ഒരു സാധനത്തിൽ വെള്ളം കയറി അബ്സോർബ് ചെയ്യില്ല. ഉണ്ടോ? ഇപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ബാത്റൂമിലൊക്കെ അടിയിൽ വാട്ടർ പ്രൂഫ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് സീവേജ് ഒരിക്കലും വരില്ല, അത് ഒരിക്കലും ലീക്കേജ് വരില്ല. ഉണ്ടോ? വരുമോ? എന്നതുപോലെ ഈ മനസ്സിലാണ് അനുഭവങ്ങൾ വരുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ, ദുഃഖം മനസ്സിൽ വന്നില്ലെങ്കിൽ ദുഃഖമുണ്ടോ? മനസ്സിൽ ദുഃഖം റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ ദുഃഖമുണ്ടോ? ഇല്ല. സുഖം മനസ്സിൽ റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ സുഖമുണ്ടോ? അപ്പൊ മനസ്സിൽ ഇത് വരുന്നു, മനസ്സതിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്നു, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ മെന്റലി ലോസ്റ്റ് അല്ലെങ്കിൽ മെന്റലി അപ്സെറ്റായി, ടെൻഷനായി, എനിക്ക് വളരെ വിഷമം തോന്നി, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതൊക്കെ മെന്റലി അല്ലേ? ആണോ? ഇനി നിങ്ങളുടെ മൈൻഡിനൊരു നമ്മൾ വാട്ടർ പ്രൂഫ് കോട്ടടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും തട്ടാത്തൊരു കോട്ടിങ് അടിച്ചിട്ടാണ് നിങ്ങൾക്ക് മൈൻഡ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും മൈൻഡ്? എങ്ങനെയിരിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ? എങ്ങനെയിരിക്കും? നിങ്ങൾ പറയും, എന്ത് വന്നാലും ഇപ്പോൾ അതൊന്നും ബാധിക്കുന്നില്ല. അത് ഒരു മെച്യൂരിറ്റി ലൈഫിൽ വരുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങളെ നിസ്സാരമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. ആണോ? ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഭയങ്കര വേദനയാണ്. നാട്ടുകാരെ മുഴുവൻ വരെ കാണിച്ചു കൊടുക്കും, ഇല്ലേ? അത് വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. എന്നാൽ നിങ്ങൾ എത്ര അടുക്കളയിൽ കൈ മുറിച്ചിട്ടുണ്ട്? വല്ലതും പ്രശ്നമുണ്ടോ? ഉണ്ടോ? കൈ പൊള്ളിയിട്ട് തന്നെ നിങ്ങൾ വലിയ പൊള്ളലൊക്കെ ഇരിക്കും, എന്നാലേ അത് സാരില്ല, അത് വെള്ളം മറഞ്ഞു പോയതാണെന്ന് ഇത്ര കൂളായിട്ട് എടുക്കുന്നവരുണ്ട്. ഉണ്ടോ? ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ചെറിയ നിസ്സാരമായിട്ടൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ചില ഉത്സവ സ്ഥലത്ത് കണ്ടില്ലേ, കനലിലൂടെ നടക്കുന്നതൊക്കെ കണ്ടില്ലേ? അത് പുറമേ നിന്ന് കാണുമ്പോൾ വലിയ പേടിയാണ്, പക്ഷെ അവർക്കത് കൂളായിട്ട് അവർ നടന്നു പോകുന്നു. ആണോ? ഈ അടുത്ത ദിവസം ഞാൻ ചെന്നൈയിലായിരുന്നു. ആ സപ്താഹം നടന്ന സമയത്താണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ തൈപ്പൂസം. അവർ തൈപ്പൂസത്തെന്നല്ലേ പറയാം. അപ്പൊ ഈ തൈപ്പൂയം വരുന്ന സമയത്ത്, അപ്പൊ ഈ തൈപ്പൂസ സമയത്ത് ഇവര് വലിയ ശൂലങ്ങളും വലിയ സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നത് എങ്ങനെയാണ്? അത് തോളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാരെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഒരു പേടിയില്ല, ഒരു ഭയവുമില്ല. നിങ്ങൾ നോക്കൂ, പാമ്പിനെ പേടിയുള്ള കുറെ ആൾക്കാരില്ലേ നിങ്ങൾ? ഇല്ലേ? എന്നാൽ ഈ പാമ്പിനെ കൂടെയൊക്കെ വെച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി അതിനെ തോളിലിടണോ, അതിനെടുത്ത് ഉമ്മ വെക്കുന്നു, അതിനെ വെച്ചിട്ട്, അല്ലേ? ആണോ? ഉണ്ടോ? ഇല്ലയോ? ഞാൻ ഒരിക്കലും ആഫ്രിക്കയിൽ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഈ മസായി ഒരു മസാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് മസാറയാണ് ഒരു സ്ഥലം പോട്ടെ, അവിടെ ഈ സിംഹങ്ങൾക്ക് ഭക്ഷണം, അവിടെ ഒരു കാഴ്ച ബംഗ്ലാവില് ഒരു സിംഹത്തിന് പോയി കൊടുക്കുകയാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. മനസ്സിലായില്ലേ എങ്ങനെ ഇവർക്ക്? അപ്പൊ അവരുടെ മൈൻഡ് അത് ട്രെയിൻഡ് ആണ്. ഇപ്പൊ നോക്കൂ, ആന എത്ര പേരെ തൂക്കി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, എന്നാലും പാപ്പന്മാർക്ക് വല്ല പേടിയുണ്ടോ? കൂളായിട്ടില്ല അവർ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്ന പോലെ അതിൻ്റെ അടുത്തേക്ക് പോകണു. പേടിയുണ്ടോ? അതിൻ്റെ അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടി നിൽക്കില്ലേ? കാണുമ്പോഴൊക്കെ കുഴപ്പമില്ല, നല്ല ചന്തമുണ്ട്, ഒക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ അടുത്തേക്ക് എല്ലാം പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ ഒന്ന് കാര്യം എന്ത് ചെയ്യുന്നറിയില്ല, തട്ടുമെന്നറിയില്ലല്ലോ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അനുഭവങ്ങളുടെ തീവ്രത നമുക്ക് എങ്ങനെയുള്ള മൈൻഡാണ് വേണ്ടത്? സുഖം വരുമ്പോൾ ഓവറായിട്ട് എക്സൈറ്റഡും ആവരുത്, ദുഃഖം വരുമ്പോൾ ഓവറായിട്ട് ഡിപ്രസ്ഡും ആവരുത്. അതൊരു നല്ല ക്വാളിറ്റി മൈൻഡ് അല്ലേ? ആണോ? പറയൂ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരു പ്രായം അങ്ങനെ വിചാരിക്കാം, നിങ്ങളെ ചെറുപ്പാണ് വിചാരിക്കുക. അപ്പൊ അവിടെ ചെക്കന്മാരെ ഷോപ്പ് ചെയ്യാം. ഇവിടെ സ്ത്രീകളാണ് കൂടുതൽ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ആണുങ്ങളെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്നിരിക്കാം, മാട്രിമോണിയൽ ഷോപ്പിംഗ്. അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്,
വലിയ ഒന്നാമത്തെ കുറച്ച് ഫ്ലോർ ഉണ്ട്. ഒന്നാമത്തെ ഫ്ലോറിൽ നല്ല പൈസ ഉണ്ട്, പക്ഷെ മൈൻഡ് ഒട്ടും ശരിയല്ല. മൂരുടൻ സ്വഭാവം, ഭയങ്കര ദേഷ്യക്കാരൻ. ഇതിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ നോക്കി, നല്ല പൈസയാണ്, ഒരു പൈസയ്ക്കും കുറവില്ല, പക്ഷെ സ്വഭാവം ഒട്ടും ശരിയല്ല. പിന്നെ നിങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറിയപ്പം അവിടെ നല്ല വിദ്യാഭ്യാസമാണ്, എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആണ്, പക്ഷെ മെന്റലി ഒട്ടും ശരിയല്ല. എപ്പോൾ വേണമെങ്കിലും അപ്സെറ്റ് ആവാം, ഇമോഷണലി വളരെ മോശമാണ്. അപ്പം അത് നോക്കിയപ്പോൾ കൺഫ്യൂഷൻ വരില്ലേ, ഏതാ വേണ്ടതെന്നുള്ളത്? വരുമോ ഇല്ലയോ? ചെറിയൊരു ഡൗട്ട് വരില്ല, ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പൊ അടുത്ത ഫ്ലോറിലേക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിദ്യാഭ്യാസവും ഉണ്ട്, സമ്പത്തും ഉണ്ട്. ഏതുണ്ട്? അതുമുണ്ട്. പക്ഷെ ഭയങ്കര തലക്കനം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചപ്പം കാര്യം വിദ്യാഭ്യാസമൊക്കെ വേണം, പക്ഷെ തലക്കനം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സംശയം. ഒരു ഫ്ലോറും കൂടിയും ഉണ്ട്. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട്, മെന്റലി വളരെ മെച്യൂർഡാണ്, പക്വതയുണ്ട്. നിങ്ങളിതിൽ ഏതിന് ഓപ്റ്റ് ചെയ്യും? ഒന്നാമത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ പോവോ? രണ്ടാമത്തെ ഫ്ലോറിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് എഴുതുമ്പോൾ അങ്ങോട്ട് നോക്കുമോ? ഇല്ല. ഒന്നാമത്തെ ഫ്ലോർ കൊണ്ട് തീർക്കുമോ? ഇല്ല. രണ്ടാമത്തെ ഫ്ലോറിലേക്ക് കയറില്ലേ? കയറുമോ ഇല്ലയോ? രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് കയറുമോ? കയറുമോ ഇല്ലയോ? നാലാമത്തേലേക്ക് കയറുമോ? കാരണം എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് മെന്റലി കുറേയും കൂടി പക്വതയുള്ള ഒരാളെയാണ്. ആണോ? ഇതിലേക്ക് എത്തണ്ടേ നമ്മൾ? ഈ ഒരു സപ്താഹം കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് അങ്ങനൊരു മാനസികാവസ്ഥയാണ്. സപ്താഹം കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായസം കിട്ടുമെന്ന് വിചാരിക്കരുത്. സപ്താഹം കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ അനുകൂലമായി വന്നാലും ഓവർ എക്സൈറ്റഡ് ആവാത്തതും, എന്ത് തന്നെ പ്രതികൂലമായി വന്നാലും ഒട്ടും മെന്റലി ഡിപ്രസ്ഡും ആവാത്ത ഒരു മൈൻഡ് നിങ്ങൾക്ക് വേണം. എത്ര പേർക്ക് അത് വേണമെന്നുണ്ട്? ഇതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം, ഇതാണ് ഭാരത ആത്മീയത എന്ന് പറയുന്നത്. ഇത് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ വിഷമമുള്ള, ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നോക്കൂ, നിങ്ങളിവിടെ ആനയെ കാണുന്നില്ലേ? കാണാറില്ലേ? ഡെയിലി ആനയെ കൊണ്ടുവരും. ഇനിയിപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും അടുത്ത ഇതിനുള്ളത്. അപ്പം ആനയെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ അങ്ങോട്ട് പോയി ആ മമ്മിയൂരിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വഴിയിലുള്ള പട്ടികളൊക്കെ അതിനെ കണ്ട് കുരയ്ക്കും. പട്ടികൾ അവിടെ വെറുതെ അതിനെ കണ്ടാൽ കുരയ്ക്കും. ഇന്ന് വരെ ഈ ആന പട്ടിയെ നോക്കി, നിനക്കെന്താടാ എൻ്റെ കാര്യത്തിൽ കാര്യം? ആനയ്ക്ക് ഒരു മൈൻഡില്ല, നീ കുരയ്ക്ക്, എന്ത് വേണം ചെയ്തോളൂ. ആന അങ്ങനെ ഒരു കുരയുണ്ടെന്ന് പോലും പറയൂ ഭാവിക്കുന്ന പ്രശ്നമില്ല. അത്ര അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്ന ഒരു ആന കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്നാൽ നേരെ മറിച്ച് ഒരു പട്ടിയാണ് അതിലെ പോകുന്നെങ്കിലോ, ഒരു പട്ടിയാണ് അതിലെ പോകുന്നത്, വേറെ പട്ടി അതിനെ നോക്കി കുരയ്ക്കുന്നെങ്കിൽ അത് നോക്കി നിൽക്കോ? അങ്ങോട്ട് കുറച്ച് ബഹളം വെക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത്? ബഹളം വെക്കൂല്ലയോ? അല്ലേ? പട്ടിയുടെ സ്വഭാവം അതാണ്. ഇനി നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ ഇതിലേതാണെന്ന്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങളെ പട്ടിയാണെന്നൊന്നല്ല പറയണത്, അങ്ങനെയല്ല. ഇതിലേത് തരം മൈൻഡ് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളൊരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് സെറ്റാണോ അൺഡിസ്റ്റർബ്ഡ് ആണോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാഗവതം കൊണ്ട് നമ്മളെ മൈൻഡിനെ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതല്ലേ ജീവിതത്തിന്റെ ഒരു വലിയ വിജയം? ആണോ അല്ലയോ? അപ്പൊ നമുക്ക് മനസ്സിലാവും, ലോകമല്ല പ്രശ്നം, മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സ് ശരിയായാൽ ജീവിതം ശരിയായി. മനസ്സ് ശരിയല്ലെങ്കിൽ ജീവിതവും ശരിയല്ല. നോക്കൂ, ഈ ലോകത്തിൽ നോക്കി നിങ്ങൾ പഠിക്കണം അത്. കാരണം ഇന്ന് കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? വലിയ കോടീശ്വരന്മാരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നു. കാരണം മനസ്സിന് സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എത്ര സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആത്മഹത്യ ഉണ്ടോ? ഇല്ലേ? അവർക്ക് സൗന്ദര്യത്തിന് കുറവുള്ളതുകൊണ്ടാണോ? പക്ഷെ എവിടെയോ സ്നേഹമില്ല, എവിടെയോ അവര്
മാനസികമായിട്ട് ചതിക്കപ്പെട്ടോ വഞ്ചിക്കപ്പെട്ടോ വളരെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ? ഈ തരത്തിലൊക്കെ ഉള്ള മെന്റൽ ഒരു കണ്ടീഷനിൽ ജീവിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവസാനം അവർ ഒരു സൂയിസൈഡിലേക്ക് പോകുന്നത്. ഇവിടെ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിനെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വിട്ട് തരില്ല. എൻ്റെ മൈൻഡ് എൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ നിയന്ത്രണത്തിൽ മനസ്സ് വെക്കുമ്പോഴാണ് ആ മനസ്സിനെ മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് എപ്പോഴും മഹാത്മാക്കൾ പറയും, കീപ് യുവർ മൈൻഡ് അണ്ടർ യുവർ കസ്റ്റഡി എന്ന്. കീപ് യുവർ മൈൻഡ് ഇൻ യുവർ ഓൺ പോക്കറ്റ് എന്ന് പറയും. നിങ്ങളുടെ മനസ്സിനെ എവിടെ വെക്കണം? നിങ്ങളുടെ പോക്കറ്റിൽ. അതിന് വേറൊരാൾക്ക് എടുക്കാൻ ഒരിക്കലും ഇപ്പം നിങ്ങൾ പാസ്വേഡ് നിങ്ങളുടെ കയ്യിലല്ലേ വെക്കുക? എന്താ ഒന്നും മിണ്ടാത്തത്? നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയുമോ? അല്ലെങ്കിൽ പിന്നെ ഈ സർദാർജിമാരെ കുറിച്ചാണ് നമ്മൾ തമാശ പറയാം. നിങ്ങൾ കേട്ടില്ലേ ഈ സർദാർജിന്റെ അങ്ങനെ ഒരു തമാശ പറയും, ഈ സർദാർജിമാർ ഇത്തിരി മൂള കുറവാണെന്നാണ്. ചില സമയത്ത് സത്യമാണ് തോന്നുട്ടോ. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാനൊരിക്കൽ ചെന്നൈയിൽ നിന്ന് ബോംബെക്ക് പോവാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു സർദാർജി ഇരുന്നത്. അതിൽ കുറേ നേരം അദ്ദേഹത്തിൻ്റെ വാച്ച് നോക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയും, ബാബാജി അഭി ടൈം കിത്തന ഹോ ഗയാന്ന്, സമയം എത്രയെന്ന്. അപ്പം ഞാൻ ആപ്കെ പാസ് വാച്ച് है देखिए आपके. അപ്പം പറഞ്ഞു, ഏത് 2 दिन हो गया अभी तक नहीं काम करता है. 2 ദിവസത്തേക്ക് കാം ചെയ്യില്ലേ, ഇത്ര പണിയെടുക്കില്ല. ഞാൻ ചോദിച്ചു, അഭി കൈസെ മാലം हो गया आपको എന്ന്. അല്ല, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പണിയെടുക്കണില്ല എന്നുള്ളത്. അപ്പോൾ നോക്ക്, ലേശൊരു മൂള വേണ്ടേ? സമ്മതിച്ചു, തൊഴുതുപോയി ഞാൻ അദ്ദേഹത്തെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഈ സർദാർ ഇങ്ങനെ ഈ ATM ഒന്ന് കാശെടുക്കുകയാണ് കാർഡ് വെച്ചിട്ട്. അപ്പം ഇദ്ദേഹം പാസ്വേഡ് ഇട്ട സമയത്ത് പുറകിലുള്ള ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാസ്വേഡ് കണ്ടുവെന്ന്. പാസ്വേഡ് ഞാൻ കണ്ടുവെന്ന്. അപ്പം ചോദിച്ചു, എന്താ കണ്ടതെന്ന്. സ്റ്റാർ 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 സ്റ്റാർ. അപ്പം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുക, അല്ല നിങ്ങൾക്ക് തെറ്റാണ്, 4642 എന്ന്. വൃത്തി കൊടുത്തില്ലേ? വൃത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര മൂളില്ലാത്തവരായിരിക്കണം. എന്നാലേ നമ്മൾക്ക്. അപ്പം നമ്മുടെ പാസ്വേഡ് നമ്മൾ ആർക്കും ഷെയർ ചെയ്യാത്ത പോലെ അല്ലേ? ഷെയർ ചെയ്യാറുണ്ടോ? അപ്പം നിങ്ങളൊക്കെ ഫോൺ ഒരു പക്ഷേ മക്കളോട് പറയേ സെഡ് വരച്ചാൽ മതി, എല്ല് വരച്ചാൽ മതി അല്ലേ? എനിക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ചില സ്ത്രീകൾ ഈ എന്താണ് ഭർത്താവിൻ്റെയൊക്കെ ഫോണുണ്ടല്ലോ സംശയത്തോടുകൂടി നോക്കുന്നവര്. അപ്പം ഈ ഭർത്താവാണെങ്കിൽ തംപ്രിൻ്റ് ഒക്കെ വെച്ചായിരിക്കും ഇതിൻ്റെ ഓക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇത് ഭാര്യയ്ക്ക് കാണാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം കിടന്നുറങ്ങുമ്പോഴാണ് പോയി അമർത്തിയിട്ടുണ്ടാവുക. ഈ മനുഷ്യൻ കിടന്നുറങ്ങും പോയി വിരലൊക്കെ അമർത്തി തുറക്കും. ഇതെങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് മനസ്സിലാക്കി, ഞാൻ അറിയാതെ ഇവളെൻ്റെ, പിന്നെ ഇത് തുറക്കാനേ പറ്റുന്നില്ല. ഭാര്യ ആവും പാടും ശ്രമിച്ചു. പിന്നൊരിക്കൽ ഇദ്ദേഹം തുറക്കുമ്പോഴാണ് ഭാര്യ മനസ്സിലാക്കി. ഇദ്ദേഹം എന്താ അറിയോ, കാലിൻ്റെ വിരലുകൊണ്ട് അത് ഓഫ് ചെയ്യുന്നത്. കൈയുടെ വിരൽ മാറ്റിയിട്ട് കാലിൻ്റെ വിരലുകൊണ്ട്. ആരും പ്രതീക്ഷിക്കില്ലല്ലോ, ആരും പ്രതീക്ഷിക്കില്ല ഇല്ല. ചില ആളുകളുടെ ഈ ചെരുപ്പ് അമ്പലത്തിൽ പോകാത്തതിൻ്റെ കാരണം എന്താണ്? ഒരു ചെരുപ്പ് പടിഞ്ഞാറ് കറി, ഒരു ചെരുപ്പ് കിഴക്കേ നടയിലും കൊണ്ടുപോയിരുന്നു. പിന്നെ അവൻ്റെ ചെരുപ്പ് ആരെടുത്തുകൊണ്ട് പോകണു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ബുദ്ധിമാന്മാരുണ്ട്. അപ്പോൾ ഇവിടെ അവനവൻ്റെ പാസ്വേഡ് നമ്മൾ ഷെയർ ചെയ്യാത്ത പോലെ ഈ മനസ്സിനെ നമ്മൾ മറ്റുള്ളവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടാക്കി മാറ്റരുത്. കീപ് യുവർ മൈൻഡ് ഓൾവേസ് വിത്ത് യു. അതെങ്ങനെയാണ് സാധിക്കുക? മൈൻഡ് എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. അപ്പം അതിനെ ഒരു തോട്ട്സ് ആക്കി കൊണ്ട് നടക്കണം. അതിനാണ് ഒരു നാമം എപ്പോഴും ചൊല്ലുന്നത്. മന്ത്രദീക്ഷ എന്ന് പറയുന്നത് അതിനാണ്. മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിലി ഒരു നാമം ചൊല്ലില്ല. ഈ മന്ത്രം കൊണ്ട് മൈൻഡിനെ നമ്മുടെ കസ്റ്റഡിയിൽ, കൺട്രോളിൽ വെക്കാനാണ് എപ്പോഴും. ഏതെങ്കിലും ഒരു വെറുതെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് കുറേ കഴിഞ്ഞാൽ അതിലൊരു ലയം വരും. ഈ മദ്യപാനികൾക്ക്, ഡ്രഗ്സ് അഡിക്ട്സിനെ കിട്ടില്ലേ, അതിലൊരു ലയം. ഇതുപോലെ മന്ത്രത്തിലൊരു ലയം വന്നാൽ, സത്യം പറയുകയാണെ, ഇതൊരു വലിയ അനുഭൂതിയാണത്. സമയം പോകുന്നത് തന്നെ അറിയില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് അനുഭവമുള്ളവരുണ്ട്. കുറേ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ലഹരിയാണത്. നാമത്തിൽ അങ്ങനെ ലയിച്ച് മണിക്കൂറുകൾ. ഇപ്പം നോക്കൂ, നമ്മൾ ഈ പ്രഭാഷണം തന്നെ എത്ര സമയം പോകുന്നതേ അറിയില്ല. പട്ടാർന്ന് പോകും. കാരണം അതിലൊരു ലയം വന്നു കഴിഞ്ഞാൽ, അതിലൊരു രുചി വന്നു കഴിഞ്ഞാൽ, അന്യത്രസ്യാൽ രതി ക്വചിത് എന്ന് പറയും. വേറൊന്നിലേക്ക് മൈൻഡ് ഒരിക്കലും
പോവില്ല. അതിനാണ് ഈ പൂർവികർ നാമം ചൊല്ലാൻ പറഞ്ഞത്. ഒരു മന്ത്രം, ഏതെങ്കിലും ഒരു മന്ത്രം, അതിങ്ങനെ മനസ്സിൽ അങ്ങനെ കൊണ്ടു നടന്ന് പ്രായമാകുമ്പോഴാണ് ഏറ്റവും രസം എന്നാ പറയുന്നത്. കാരണം അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യില്ല. നമ്മളെ ആണെങ്കിൽ പണ്ടത്തെ ഡിമാൻഡ് ഉണ്ടാവില്ല. കാരണം ഇത് ഏറെക്കുറെ പഞ്ചറായി 15 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഇത് പൊളിക്കാനേ പറ്റുള്ളൂ, ആക്രിക്കാർക്കേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയാണ് ഒരു ആക്രിക്കടക്കാരൻ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കൂടെ പോവുകയാണ്. പഴയ സാധനം കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പേരക്കുട്ടി പറയാം 2 ഉണ്ട് എന്ന്. ഈ മുത്തച്ഛനും 2 ഉണ്ട് വീട്ടിലത്. ഇത് ആക്രിക്കാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ കുറെ കഴിഞ്ഞാൽ ഇനി നമ്മളെ കൊണ്ട്, പക്ഷെ ആ സമയമാണ് ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തൊരു സമയം, അല്ലേ? ആണോ? ആകെയുള്ളൊരു പ്രശ്നം ആയയുടെ പണി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ചിലർക്ക്. എന്നുവെച്ചാൽ കുട്ടികളെ നോക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ കുട്ടികളെ നോക്കേണ്ട അധികം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ മക്കൾക്ക് അതും പേടിയാണ് നിങ്ങളെ ഏൽപ്പിക്കാൻ. കാരണം നിങ്ങൾ എന്തെങ്കിലും കൊളാക്കി വെക്കുമോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരധികം നിങ്ങളുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുകയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. കാര്യം നിങ്ങൾക്ക് സമയം ധാരാളം കിട്ടുന്നൊരു സമയം. ആ സമയത്ത് പൊട്ട സീരിയൽ കണ്ട് ജീവിതം തീർക്കരുത്. ഇതിലൊക്കെ ഒരു രുചി വന്നാൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. ഇങ്ങനെ ഭരതൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു കൃത്യതയോടുകൂടി ജീവിതം കൊണ്ടു നടന്നാൽ ജീവിതത്തിന്റെ താളം ഒരിക്കലും തെറ്റുകയില്ല.